തെക്കൻ ലെബനനിൽ യേശുക്രിസ്തുവിന്റെ പ്രതിമ തകർക്കുന്നതായി പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിലുള്ളത് തങ്ങളുടെ സൈനികനാണെന്ന് സ്ഥിരീകരിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന. സൈനികൻ പ്രതിമ തകർക്കുന്ന ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിന്റെ വെളിപ്പെടുത്തൽ. സംഭവത്തിൽ ഉൾപ്പെട്ട സൈനികർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സൈനിക വക്താവ് അറിയിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ ലെബനനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇസ്രായേലി സൈനികനാണ് ചിത്രത്തിലുള്ളതെന്ന് വ്യക്തമായതായി IDF പ്രസ്താവനയിൽ അറിയിച്ചു. ഈ പെരുമാറ്റം സൈനികരിൽ നിന്ന് IDF പ്രതീക്ഷിക്കുന്ന മൂല്യങ്ങൾക്കും അച്ചടക്കത്തിനും തികച്ചും വിപരീതമാണ്. സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. IDFന്റെ നോർത്തേണ കമാൻഡ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു. തകർത്ത യേശുക്രിസ്തുവിന്റെ പ്രതിമ തൽസ്ഥാനത്ത് തന്നെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും സൈന്യം അറിയിച്ചു. ഹിസ്ബുള്ളയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് തങ്ങളുടേതെന്നും മതപരമായ ചിഹ്നങ്ങളോ ആരാധനാലയങ്ങളോ പൊതുജനാടിസ്ഥാന സൗകര്യങ്ങളോ തകർക്കാൻ തങ്ങൾക്ക് ഉദ്ദേശമില്ലെന്നും ഇസ്രായേൽ വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലി സൈനിക വേഷത്തിലുള്ള ഒരാൾ യേശുക്രിസ്തുവിന്റെ പ്രതിമ തകർക്കുന്ന ചിത്രം X ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിച്ചത്. ഇതോടെ വിവിധ ക്രിസ്തീയ സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കുറ്റസമ്മതവും തിരുത്തൽ നടപടികളുമായി ഇസ്രായേൽ രംഗത്തെത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.